ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പാപങ്ങൾക്ക് മറുവിലയായി ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന് സ്തോത്രം. ഈ ലോകത്തിൻ്റെ സർവ്വ പാപങ്ങൾക്കുമായി മറുവിലയായി തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ജീവൻ യാഗമായി നൽകിയ പിതാവായ ദൈവത്തിനും മഹത്വം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ആശയം വചനത്തിനു വേണ്ടി അറുക്കപ്പെട്ടു എന്നതാണ്. നമുക്കൊരു വാക്യം ശ്രദ്ധിക്കാം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. വെളിപ്പാടിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ക്രിസ്തീയ വിശ്വാസ ഗോളത്തിന്റെ ചരിത്രം നാം പരിശോധിച്ചു നോക്കിയാൽ വിശ്വാസ നിമിത്തം ശത്രുക്കളുടെ കൈകളാൽ അകാലത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ക്രിസ്ത്യാനികൾ ബൈബിൾ സത്യത്തിന് സാക്ഷ്യം വഹിച്ചുവെന്ന് കാണാം. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി 70 ദശലക്ഷത്തിലധികം ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി മരിച്ചതായി കരുതപ്പെടുന്നു. ഈ രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കുന്ന വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇത് യോഹന്നാൻ സുവിശേഷകൻ കണ്ടതായ ഒരു ദർശനമാണ്. ഈ ദർശനത്തിൽ കണ്ടതായ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ നമ്മുടെ പ്രതീകങ്ങളാണ്. എന്താണ് യാഗപീഠത്തിന് കീഴിലുള്ള ആത്മാക്കൾ എന്ന് നോക്കാം. യോഹന്നാൻ കണ്ടതായ ഈ ദർശനത്തിന്റെ പ്രധാന ഭാഗം എന്നത് അറുക്കപ്പെട്ട ആത്മാക്കൾ എന്നതാണല്ലോ. അപ്പോൾ ഈ യാഗമായി അർപ്പിക്കപ്പെട്ട ആട്ടിൻകുട്ടിയിൽ നിന്നുമുള്ള രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുന്ന കൂടാരത്തിന്റെ ശുശ്രൂഷയെയാണ് യോഹന്നാൻ കണ്ടതായി ഈ ദർശനത്തെ സൂചിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഈ ശുശ്രൂഷ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് എന്ന് ലേവ്യ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മരണത്തിന് ശേഷം അവന്റെ അവസ്ഥ എന്താണ് നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 6:5. മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും. അതായത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. മരിച്ചുപോയവർ ഭൂമിക്കടിയിൽ അടക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയില്ല എന്നാണ് ദാവീദ് പറയുന്നത്. സങ്കീർത്തനങ്ങൾ 115-ന്റെ 17-ാമത്തെ വാക്യം, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ലാസറിന്റെ മരണത്തെക്കുറിച്ച് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? ലാസർ നിദ്രയിലാണ് എന്നാണ്. അതിനുശേഷം ലാസറിന്റെ കല്ലറയ്ക്കരികിൽ ചെന്ന് അവനെ വിളർച്ചുണർത്തിയിട്ട് ലാസറെ പുറത്തു വരിക എന്നുമാണ് കൽപ്പിക്കുന്നത്. അപ്പോൾ ലാസർ ഉണർന്നു വരുന്നതായും ബൈബിൾ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വചനങ്ങളൊക്കെയും പഠിപ്പിക്കുന്നത് മനുഷ്യൻ മരിക്കുമ്പോൾ യേശു രണ്ടാമത് വരുന്നത് വരെ അവർ അവരുടെ കല്ലറകളിൽ വിശ്രമിക്കുന്നു എന്നാണ്. ഉറക്കത്തിലാണ്, നിദ്രയിലാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മരിച്ചവർ ശരീരമില്ലാത്ത ആത്മാക്കളോ സ്വർഗത്തിലെ യാഗപീഠത്തിന് കീഴിൽ ജീവിക്കുന്നവരോ അല്ല. നേരെ മറിച്ച് ഈ രക്തസാക്ഷികളുടെ രക്തം നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നതിനാൽ അവർ ഈ ഭൂമിയിൽ മരിച്ചു എന്നുള്ള അർത്ഥത്തിൽ യാഗപീഠത്തിന് കീഴിലാണ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ മരിച്ചുപോയ ആളുകളൊക്കെയും യാഗപീഠത്തിന് കീഴിലാണ് എന്ന് പറയാനുള്ള ഏക കാരണം എന്താണ്? രക്തസാക്ഷികളുടെ രക്തം നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നതിനാൽ ഈ ഭൂമിയിൽ മരിച്ചു എന്നുള്ള അർത്ഥം മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും എപ്പോഴാണ് ഇനി ഉണരുന്നതെന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നു ഞാൻ അറിയുന്നു. അതായത് മരിച്ചവർ ക്രിസ്തുവിന്റെ 2-ാം വരവിൽ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറയുന്നത്. രക്തസാക്ഷികളായിട്ടല്ല എങ്കിൽ പോലും ക്രിസ്ത്യാനികൾ എല്ലാ ദിവസവും മരിക്കുന്നു. അതെപ്രകാരം നമുക്ക് നോക്കാം. നാം പഠിച്ചതായ ഈ യാഗപീഠത്തിന് കീഴിലുള്ള ആത്മാക്കളെ പോലെ എന്നതായ ആ ഭാഗം നാം പഠിച്ചല്ലോ. അപ്പോൾ ഈ ആത്മാക്കളെ പോലെ ദൈവവചനത്തിനും സാക്ഷ്യത്തിനും വേണ്ടി മരിച്ചതുപോലെ ക്രിസ്തുവാണ് കർത്താവ് എന്നുള്ള ആഴത്തിലുള്ള ബോധ്യം ഉള്ളിലുള്ള ക്രിസ്ത്യാനികൾ എല്ലാ ദിവസവും മരിക്കുന്നു. ഒന്നുകൂടി നമുക്ക് നോക്കാം ആ ഭാഗം. നാം ഇപ്പോൾ യാഗപീഠത്തിന് കീഴിലുള്ള ആത്മാക്കൾ എന്താണെന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ ഈ യാഗപീഠത്തിന് കീഴിലുള്ള ആത്മാക്കളെ പോലെ ദൈവവചനത്തിനും സാക്ഷ്യത്തിനും വേണ്ടി ആ ആത്മാക്കൾ മരിച്ചതുപോലെ ക്രിസ്തുവാണ് കർത്താവ് എന്ന ആഴത്തിലുള്ള ബോധ്യം ഉള്ളിലുള്ള ക്രിസ്ത്യാനികൾ എല്ലാ ദിവസവും മരിക്കുന്നു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഈ സമർപ്പണ മനോഭാവം, ഈ സാക്ഷിത്വം നമുക്കും ഉണ്ടാകുവാൻ ദൈവം എല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. ദൈവമേ, ബൈബിളിലുള്ള എൻ്റെ പിടി അചഞ്ചലമാകുന്നതിനും നിന്നോട് പുറഞ്ഞു തിരിഞ്ഞു നിൽക്കുന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ ഒരുക്കമാണ്
സാധ്യമാകുന്നതിനും നിന്റെ വചനത്തിലുള്ള എൻ്റെ വിശ്വാസം വളരെ ശക്തമാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കാം. വചനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് വചനത്തിന് വേണ്ടി ജീവിക്കുവാൻ ഈ വചനം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേ ദിവസം വചനത്തിന് വേണ്ടി നിലകൊള്ളുവാനുള്ള തീരുമാനമെടുക്കുവാൻ ഈ മോർണിംഗ് മന്ന നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ. ഈ സുപ്രഭാതത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ചാ സ്തോത്രം. ഈ നല്ലൊരു പ്രഭാതം കാണുവാൻ അടിയങ്ങൾക്ക് കൃപ തന്നവൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ചാ സ്തോത്രം. വചനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, അങ്ങിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അടിയങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. ആ വചനത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് കർത്താവേ, അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ സ്തോത്രം. കല്ലറകളിൽ കിടന്ന് കർത്താവിനെ കാണുന്നവരായിട്ടല്ല, എണീറ്റ് നിന്ന് കർത്താവ് വരുന്ന ദിവസത്തിൽ, ആ പുനരുദ്ധാന ദിവസത്തിൽ കല്ലറകളിൽ എണീക്കുന്നവരായി മാറുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം കർത്താവ്യ സ്തോത്രം എല്ലാ മേഖലകളിലുമായിരിക്കുന്ന എല്ലാ സഹോദരന്മാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാ ദൈവമക്കളെയും പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാവരെയും കാത്തു പരിപാലിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗം നല്ല പിതാവേ, ആപത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെയും അവിടുന്ന് വിടുവിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പഠനത്തിലും ജോലിയിലും ആയിരിക്കുന്ന സഹോദരന്മാരെ ഓർത്ത്, സഹോദരികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ സ്തോത്രം. രോഗാവസ്ഥയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം പിറന്നാൾ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗ നന്മകൾ എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന അടിയന്റെ കുറ്റങ്ങളും കുറവുകളും ഓർന്ന് കണക്കിലെടുക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. കർത്താവായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.